കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ്. പൊന്നാനി, ഈശ്വരമംഗലം, നരിപ്പറമ്പ്, തവനൂർ, അയങ്കലം, ആലത്തിയൂർ, പുറത്തൂർ, മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന് ഏതാനും മീറ്ററുകൾക്കകലെ പുറത്തൂർ വില്ലേജ് ഓഫീസിന്റെ തൊട്ടടുത്ത് കാവിലക്കാട് മീൻ മാർക്കറ്റിനോട് ചേർന്നു നിൽക്കുന്ന തോട്ടിലേക്ക് സമീപത്തെ ബിൽഡിങ്ങിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിലെ മലിനജലം ഒഴുക്കിവിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 2024 പ്രസ്തുത ബിൽഡിംഗ് ഓണർക്ക് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് 25,000 രൂപ പിഴ ഈടാക്കിയിരുന്നു. എന്നിട്ടും നാടിനെ മാറാരോഗത്തിലേക്ക് തള്ളിവിടൽ നിർബാധം തുടരുകയാണ്. അധികാരികൾ കാണാഞ്ഞതോ അതോ കണ്ടിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്നതോ? പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ മീൻ മാർക്കറ്റിന് സമീപത്തെ തോട്ടിലേക്കാണ് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നിന്ന് വർഷങ്ങളായി മലിനജലം ഒഴുക്കിവിടുന്നത്. 2024 ഈ കെട്ടിട ഉടമയ്ക്ക് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് 25,000 രൂപ ഫൈൻ ഇട്ടിരുന്നു. പുറത്തൂരിലെ പ്രസിദ്ധമായ നായർ തോടിൻ്റെ കൈവഴി കൂടിയാണ് ഈ തോട്. ഈ തോട്ടിലേക്കാണ് മലിനജലം ഒഴുക്കിവിടുന്നത്. തിരൂർ പൊന്നാനി പുഴ മുതൽ പുതുപ്പള്ളി ശാസ്ത സ്കൂൾ വരെ കിലോമീറ്ററുകൾ നീണ്ടതാണ് പുറത്തൂരിലെ പ്രസിദ്ധമായ നായർ തോട്. പ്രദേശത്താകെ ഗുരുതരമായ രോഗങ്ങൾക്ക് ഇടയാക്കുന്ന തരത്തിൽ മലിനജലം ഒഴുക്കിവിടുന്നവർക്കെതിരായി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിളാവിഷൻ, പുറത്തൂർ.